ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ മകൻ്റെ ആദിയുടെ ബർത്ത്ഡേ വരുവാണല്ലോ. ആദ്യമാണെങ്കിൽ കുറേ നാൾ മുമ്പേ ശ്രുതിയെ വിളിച്ച് പറയാൻ തുടങ്ങി, അമ്മേ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എന്തായാലും അമ്മ എൻ്റെ കൂടെ വേണം എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് തലേ ദിവസം കൂടി ബർത്ത്ഡേയുടെ 2 ദിവസം മുമ്പും കൂടി വിളിക്കുവാണ് ആദി. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ട് ബർത്ത്ഡേക്ക്, ഞാൻ വിളിച്ചോട്ടെ എന്നൊക്കെ അനുവാദം ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല കൂട്ടുകാരുടെ കൂടെ ഞാൻ ഇത്രയും നാൾ കൂട്ടുകാർക്ക് അമ്മുമ്മയെ മാത്രമല്ല ഇത്ര നാൾ പരിചയം, എൻ്റെ അമ്മയും കൂടി എനിക്ക് കാണിച്ചു കൊടുക്കണം, എല്ലാവരുടെ മുമ്പിലും എനിക്ക് പറയണം ഇതാണ് എൻ്റെ അമ്മ എന്നൊക്കെ ആദ്യം ഒരുപാട് സ്വപ്നം കണ്ടിരിക്കുവാണ് ബർത്ത്ഡേ ദിവസത്തെ പറ്റിയിട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മോനെ എന്തായാലും ഞാൻ ബർത്ത്ഡേ ഒക്കെ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, എൻ്റെ മോന് എന്ത് ബർത്ത്ഡേക്ക് എന്ത് ഡ്രസ്സാണ് വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, അമ്മ എന്ത് ഡ്രസ്സായാലും എനിക്ക് എടുത്തു തന്നാൽ മതി, പക്ഷേ അമ്മ വരുമ്പോൾ അത് കൂടെ കൊണ്ടുവന്നാൽ മതി, എന്നിട്ടേ ഞാനത് ഇടുള്ളൂ എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ശരി അമ്മ വരുമ്പോൾ ആ ഡ്രസ്സ് കൂടെ കൊണ്ടുവരാം എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് ശ്രുതി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഷോപ്പിലോട്ട് പോയിരിക്കുവാണ് തൻ്റെ മകന് വേണ്ടിയിട്ട്. ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രയും ബാമയും കൂടി ഷോപ്പിൽ വരുന്നത്. അത് വേറൊന്നിനുമല്ല, ബാമ ചന്ദ്രക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചന്ദ്ര ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു കുട്ടി പോലും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ബാമ പറയുന്നുണ്ട്, ചന്ദ്രയെ നീ ഒരു ഓഫർ വെക്ക്, ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് 1 മാസത്തെ ഡാൻസ് ക്ലാസ് ഫ്രീ ആണെന്ന് പറഞ്ഞൊരു ഓഫർ വെക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, 1 മാസത്തെ ഫീസോ, അത് നമുക്ക് നഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാമ പറയുന്നുണ്ട്, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, എന്നിട്ട് 1 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഡാൻസ് ഫീസ് ഇത്തിരിയും കൂടി കൂട്ടി അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാം പോരെ. അത് മാത്രമല്ല നമുക്ക് ഡാൻസിൻ്റെ ഡ്രസ്സും ഫ്രീ, കുറഞ്ഞ വിലക്ക് ഏതെങ്കിലും കടയിൽ നിന്നും മേടിച്ചിട്ട് ഈ കുട്ടികൾക്ക് കൂടിയ വിലയ്ക്ക് കൊടുക്കാം. ഇതിങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് വളരുന്നതെന്നൊക്കെ ബാമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഐഡിയ കൊള്ളാം, പക്ഷേ ഇതൊക്കെ നടക്കോ? അപ്പോൾ ബാമ പറയുന്നുണ്ട്, നീ ആദ്യം ഇങ്ങനൊരു ഓഫർ വെച്ച് നോക്ക്, കുട്ടികൾ വരികയും ചെയ്യും. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറേ ഡാൻസിൻ്റെ ഡ്രസ്സ് പോയി സെലക്ട് ചെയ്ത് വെക്കണം ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതിനൊരുപാട് കാശാവില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതല്ലേ ഞാൻ പറഞ്ഞത്, കുട്ടികളുടെ കയ്യിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇരട്ടി കാശായിട്ട് 1 മാസത്തെ ഫീസ് മേടിക്കുന്നില്ലല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ഡ്രസ്സിൻ്റെ വില കൂട്ടാം എന്നൊക്കെ ബാമ പറയുന്നുണ്ട്. അങ്ങനെ 2 പേരെയും കൂടി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഷോപ്പിലോട്ട് പോയിരിക്കുവാണ് ഡാൻസിൻ്റെ. എന്നിട്ട് അവിടെ പോയിട്ട് ഇവർ ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്യുവാണ്. ഈ കടയിൽ തന്നെയാണ് നമ്മുടെ ശ്രുതി ആദ്യക്കുട്ടനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ശ്രുതി ഇങ്ങനെ കോട്ടും സ്യൂട്ടൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കടയിലെ ആൾ ചോദിക്കും, മാഡം ആർക്ക് വേണ്ടിയാണ് ഡ്രസ്സ് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ മകനാ കോട്ടും സ്യൂട്ടും വേണം എന്ന് അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും കൂട്ടത്തിലെ ഏറ്റവും നല്ല കോട്ടും സ്യൂട്ടൊക്കെ ഷോപ്പിലെ ആൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് സെയിൽസ്മാന്. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്ന വെച്ചാൽ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് മോനോട് ചോദിക്കുന്നുണ്ട്, ആദി നിനക്കിതിലേത് ഡ്രസ്സ് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് സെയിൽസ്മാനോട് പാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് കൊടുത്തു വിടുന്നുണ്ട്. എന്നിട്ട് ബില്ലടക്കാൻ വേണ്ടി താഴെ പോകുന്ന ടൈമിലാണ് അവിടെ ചന്ദ്രയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ശ്രുതി ഇവരെ കണ്ടിട്ടില്ലേ. ചന്ദ്രയും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ബാമയോട് പറയുന്നുണ്ട്, ബാമേ ഇതൊരുപാട് കാശായല്ലോ. ബാമ പറയും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടേ. അപ്പോൾ ഇവർ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ശ്രുതി അവിടെ നിൽക്കുന്ന കാണുവേ. ചന്ദ്ര ഓടിപ്പോയി ശ്രുതിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. ശ്രുതി നീ എന്തായി ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇവരെ കാണുന്നത് ഞെട്ടുവാണ്. കാരണം ഈ ഷോപ്പിൽ ചന്ദ്രയും ബാമയൊക്കെ വരുന്ന ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രുതി അത് പിന്നെ ഞാൻ അമ്മയെന്ന് പറയുമ്പോഴേക്കും ആ സെയിൽസ്മാൻ കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്തിട്ട് ശ്രുതിയുടെ അടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മാഡം ഈ ഡ്രസ്സ് നിങ്ങളുടെ മോൻ എന്തായാലും നന്നായിട്ട് ചേരും, അത്രക്കും നല്ല ഡ്രസ്സാണ് ഇതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ഷോക്കാവുവേ. മോനോ? ഏതു മോൻ? ഇയാൾ എന്തൊക്കെയായി പറയുന്നതെന്ന് പറഞ്ഞിട്ട് സെയിൽസ്മാനോട് ചൂടാവുകയാണേ. തനിക്ക് എന്താ ബോധമില്ലേ, ഇതെൻ്റെ മരുമോളാ, ഇവക്ക് ഇതുവരെ കുട്ടികൾ പോലും ആയിട്ടില്ല, താൻ പിന്നെ ഏത് മോൻ്റെ കാര്യമോ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സെയിൽസ്മാൻ പറയുന്നുണ്ട്, ഈ മാഡം മോന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ, അപ്പോൾ മോൻ്റെ ഡ്രസ്സ് നല്ല അടിപൊളിയായെന്ന് ഞാൻ പറഞ്ഞു, അതിലെന്താ ഇത്ര തെറ്റെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി എളുപ്പം വേറൊരു കള്ളം പറയുവാണ്, അമ്മേ അത് പിന്നെ എൻ്റെ മോനെന്നല്ല ഞാൻ പറഞ്ഞത്, അയാൾ കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. എൻ്റെ ക്ലയൻറ്റ് ഒരാളുണ്ട്, അയാളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് ഫുൾ കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ബർത്ത്ഡേ ഡ്രസ്സ് അതുപോലെ ഡെക്കറേഷൻ ഒരുക്കങ്ങൾ അങ്ങനെ എല്ലാം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാ, ഇയാൾ ചിലപ്പോൾ
തെറ്റിദ്ധരിച്ച് കേട്ടതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, തെറ്റിദ്ധരിച്ച് കേട്ടതോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. എന്നാലും ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഇപ്പോൾ വേറൊരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മരുമോൾ നേരത്തെ പ്രസവിച്ചതാണോ എന്നൊക്കെ ഓർക്കില്ലേ, ഇവക്ക് കുട്ടിയുണ്ടോ എന്നൊക്കെ ഓർക്കില്ലേ, അവളുടെ ഭാവി വെച്ചിട്ടാണ് ഇയാൾ കളിക്കുന്നത്. ഇനി മേലെ എങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, ഒരു കുട്ടി അയാളുടെ ആണോ അല്ലയോ എന്നൊക്കെ മര്യാദയ്ക്ക് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സെയിൽസ്മാനോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഈ മാഡം തന്നെയല്ലേ നേരത്തെ മോനെ വീഡിയോ കോൾ വിളിച്ചൊക്കെ സംസാരിച്ചത്, എന്നിട്ട് പിന്നെന്താ മോനല്ലെന്നൊക്കെ പറയുന്നത്, എനിക്ക് തെറ്റിയതൊന്നും അല്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, പ്ലീസ് പ്ലീസ് ഒന്നും പറയല്ലേ എന്നൊരു കണ്ണും കൊണ്ടൊരു ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെയിൽസ്മാനെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അയാളുടെ ഡ്രസ്സ് ഏതായാലും ശ്രുതിയുടെ കൈ കൊടുത്തിട്ട് അവിടെ നിന്നും സോറി മാഡം എന്ന് പറഞ്ഞിട്ട് പോകുവാണേ. ബില്ല് പേ ചെയ്യാൻ നേരത്ത് നമ്മുടെ ചന്ദ്രയുടെയൊക്കെ ഡ്രസ്സ് 16,000 ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും 16,000 എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ശ്രുതിയുടെ ബില്ലും കൊടുക്കുക, മാഡം നിങ്ങളുടെ ഡ്രസ്സ് 20,000 ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര വിചാരിക്കും, 20,000 എന്താ ശ്രുതി ഇത് ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സിൻ്റെ കാശൊക്കെ, നീ എന്താ മോളെ, നീ എന്തിനീ കാശൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അമ്മേ ആൻറ്റി ഈ കാശ് എനിക്ക് തരും, ഞാൻ പറഞ്ഞില്ലേ അവരൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തന്നിരിക്കുക, അപ്പോൾ ഇപ്പം ഞാൻ പേ ചെയ്താലും അവരവരുടെ കാശ് തരുമ്പോഴേക്കും ഇതിൻ്റെ കാശും തന്നോളും, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്നാലും ബർത്ത്ഡേക്ക് ഒരു കൊച്ചിന് വേണ്ടി ഇത്രയും കാശ് ചിലവാക്കുന്നതൊക്കെ കുറച്ച് എക്സ്പെൻസീവാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ അവർ അത്രയും നല്ല പാർട്ടീസാ, ഹൈ പാർട്ടീസാന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര കണ്ടിട്ടോ സംശയം തിരുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, ഹൈ പാർട്ടീസോ, അതാരാ, എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ, നിൻ്റെ കയ്യിൽ ഫോട്ടോ വല്ലതൊക്കെ ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രുതി എങ്ങനെയെങ്കിലും വിഷയം മാറ്റണമല്ലോ. ശ്രുതി അപ്പോൾ എന്തെന്ന് വെച്ചാൽ, അമ്മ പൈസ ഒന്നും കൊടുക്കണ്ട, അമ്മയുടെ കാശും കൂടി ഞാൻ കൊടുത്തോളാം എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്രക്ക് സന്തോഷം, 16,000 രൂപ തൻ്റെ കയ്യിൽ നിന്നും ചിലവായില്ലല്ലോ, ശ്രുതി കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, മോളെ ശ്രുതി അത് പിന്നെ അമ്മ സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി ആ ഡ്രസ്സ് എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ ചന്ദ്ര പറയും, ഭാമേ അവൾ കൊടുത്തോളാം എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ എതിര് പറയുന്നത്, അവൾ കൊടുക്കട്ടെ, എനിക്ക് 2-3 സാധനങ്ങളും കൂടി നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വേഗം പോയി കുറച്ച് സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്തിട്ട് എടുക്കുവാണേ. ശ്രുതിക്ക് ഏതായാലും മിരട്ടി കാശായിട്ടിരിക്കുവാണ്. ശ്രുതി അവരുടെ കാശും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കഷ്ടകാലത്തിന് ആൻറ്റിയുടെ മുമ്പിലും പെട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ചിലവാവുകയും ചെയ്തു, ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഈ കാശൊക്കെ ബാലൻസ് ചെയ്യുന്നോർത്ത് ടെൻഷനായിട്ട് ശ്രുതി ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാണേ. അങ്ങനെ എന്തായാലും ശ്രുതി ചന്ദ്രയുടെ മുമ്പിൽ നിന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇപ്രാവശ്യം രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ബർത്ത്ഡേയുടെ ദിവസം എന്തായാലും ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊളിയുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ആദ്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാനെൻ്റെ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പൈസയുടെ കാര്യം കേട്ടാൽ ചന്ദ്രയുടെ കണ്ണ് മഞ്ഞിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രുതി ഇപ്രാവശ്യം രക്ഷപ്പെട്ടു. എന്നാലും ചന്ദ്രയുടെ മനസ്സിൽ ആ സംശയം കിടക്കുന്നുണ്ട്, ഇവളുടെ മോനെന്ന് എന്നാൽ എന്തായിരിക്കും ആ കടക്കാരൻ പറഞ്ഞത്, ആ സമയത്ത് അവളുടെ മുഖവും വല്ലാണ്ടായി ഇരിപ്പുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ. പക്ഷെ പൈസയുടെ കാര്യം വന്നതോടുകൂടി തൻ്റെ കയ്യിൽ നിന്ന് അത്രയും കാശ് ചിലവായില്ലല്ലോ എന്നോർത്ത് ചന്ദ്ര സമാധാനിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.